അങ്കമാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കേൾക്കാത്ത ആരവങ്ങൾക്ക് മീതെ സുകന്യയുടെ ക്രിക്കറ്റ് ആവേശം കളയാതെ കാത്തു സൂക്ഷിച്ചത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ. ഏറെ ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് സ്വന്തം രാജ്യത്തിനു വേണ്ടി കളിച്ച് വിജയവുമായി വന്ന ബധിര മൂക ക്രിക്കറ്റ് ടീമിലെ ക്യാപ്റ്റനായ KS സുകന്യയെ ക്രിക്കറ്റിന്റെ ആവേശം കളയാതെ ക്രിക്കറ്റ് കളിക്കാൻ പ്രാപ്തയാക്കിയത് ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ സന്തോഷ് കുമാറാണ്. അങ്കമാലിക്ക് വന്നതാണ് ശ്രീലങ്കയ്ക്ക് കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പേപ്പറുകളൊക്കെ ശരിയാക്കണമല്ലോ പോകണമെങ്കിൽ. അതിന് പോകാൻ വന്നപ്പോൾ നീലീശ്വരത്ത് വെച്ച് ഒരു കാറ് വന്ന് വണ്ടിയുടെ ഹാൻഡിൽ മുട്ടി കഴിഞ്ഞപ്പോൾ വണ്ടി മറിഞ്ഞ് വണ്ടി അങ്ങോട്ട് നിരങ്ങി അങ്ങോട്ട് പോയി. കൈയുടെ മൊത്തം ഇവിടെ നിന്ന് അങ്ങോട്ട് തൊലി പോയി. കാലിൻ്റെ ചിരട്ടയുടെ താഴെ വെച്ച് അങ്ങോട്ട് പൊളിഞ്ഞു പോയി. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ വണ്ടി ചെറുതായിട്ട് മുട്ടിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല, അങ്കമാലി LF ഞങ്ങൾ പോവാണ്, അങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. ഡോക്ടർ സന്തോഷ് സാറ് ഇത് ചെയ്ത് ഞാൻ സന്തോഷ് സാറിനോട് ഞാൻ പറഞ്ഞ് ഇങ്ങനെ കളിക്കാൻ പോകാനുള്ളതാണ്. അപ്പോൾ സന്തോഷ് സാർ എനിക്കൊരു ബലം തന്നു, അത് കുഴപ്പമില്ല, ശരിയാക്കി തരാം, എല്ലാം ശരിയാവും എന്ന് എന്നോട് പറഞ്ഞ്. അങ്ങനെ ഞാൻ സമാധാനമായത്. എനിക്ക് ഇപ്പോൾ കളിച്ച് ജയിച്ചു വന്നതിൻ്റെ കാരണക്കാരൻ സന്തോഷ് സാറാണ്. ആക്സിഡൻറ്റ് പറ്റിയിട്ട് സുകന്യ കാഷ്വാലിറ്റി വന്നപ്പോൾ എനിക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം പേഷ്യൻറ്റിനെ കണ്ടപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ, സുകന്യ ക്രിക്കറ്റിന് വേണ്ടി സെലക്ട് ആയേക്കാണ്, ഇന്ത്യൻ ടീമിന് വേണ്ടി സെലക്ട് ആയേക്കുവാണ്. അപ്പോൾ 2 മാസത്തിൽ അവർക്ക് ഇൻ്റർനാഷണൽ ഒരു ടീം കളിയുണ്ട്, ശ്രീലങ്കയിൽ പോകണം എന്നുള്ളതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു. അത് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇഞ്ചറി സാധാരണക്കാരന് ഇഞ്ചറി കുഴപ്പമില്ല, പക്ഷേ പുള്ളിക്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ ആക്ടിവിറ്റി ഇമ്മീഡിയറ്റ്ലി ആവശ്യമുള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് മുട്ടിൻ്റെ ഭാഗത്താണ് പരിക്ക് പറ്റിയത്. അവിടുത്തെ ദശകളൊക്കെ ഒന്ന് ചതഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുത്തായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം ഉള്ളൊരു സന്ദർഭമാണ്. സുകന്യ ഇന്ത്യയുടെ കളിക്കാരിയാണ്. ഇന്ത്യൻ ഡഫ് ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനാണ് സുകന്യ. പ്ലാസ്റ്റിക് സർജനായ ഡോക്ടർ സന്തോഷിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് സുകന്യ വരുമ്പോൾ സുകന്യക്ക് സ്വതവേയുള്ള ഒരു ആത്മധൈര്യവും സുകന്യ ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ എന്ന രീതിയിൽ വളരെ അഭിമാനത്തോടുകൂടെ ഇന്ത്യക്ക് വേണ്ടി കളിക്കാനായുള്ള ആ താല്പര്യവും ഒക്കെ മനസ്സിലുണ്ട് എന്ന് ഡോക്ടറിനെ കണ്ടു. അതുകൊണ്ട് തന്നെ ഡോക്ടറിൻ്റെ ചികിത്സ വളരെ ഫലപ്രദമാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. നമ്മളീ പറയുന്നതൊന്നും സുകന്യക്ക് കേൾക്കാൻ പറ്റത്തില്ല, സുകന്യക്ക് സംസാരിക്കാനും പറ്റത്തില്ല, പക്ഷേ നമ്മളുടെ ഈ എക്സ്പ്രഷൻസ് മുഴുവനും സുകന്യക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മാണിക്യമംഗലം ഓറൽ സ്കൂൾ ഫോർ ഡഫിലായിരുന്നു +2 വരെ പഠനം. ആശുപത്രിയിലെത്തിയ സുകന്യയെ ഡോക്ടർ സന്തോഷ് കുമാർ, ഡോക്ടർ അജോ, ഡയറക്ടർ ഫാദർ ജേക്കബ് G പാലക്കാപ്പള്ളി, ഫാദർ സെബാസ്റ്റ്യൻ കല്ലറയ്ക്കൽ എന്നിവർ ചേർന്ന് പൂക്കൾ നൽകി സ്വീകരിക്കുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു.